നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക കരുത്തിനു മുന്നിൽ അമേരിക്ക മുട്ടുമടക്കിയതായി US തന്നെ സമ്മതിക്കുന്നു. തന്ത്രപ്രധാന സൈനിക താവളങ്ങൾ അപ്പാടെ തരിപ്പണമായതായും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇറാനുമായി നിലനിന്നിരുന്ന കടുത്ത യുദ്ധത്തിൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി USനെ നടുക്കിയിട്ടുണ്ട്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വർഷിച്ച തീമഴയിൽ മിഡിൽ ഈസ്റ്റിലെ 20ഓളം US സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും പൂർണ്ണമായും തകർന്നതായാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് തങ്ങളുടെ സൈനിക വിന്യാസ തന്ത്രം അടിയന്തരമായി തിരുത്തി എഴുതാനും സൈനിക താവളങ്ങൾ സുരക്ഷിത താവളമായ ഇസ്രയേലിലേക്ക് മാറ്റാനും വൈറ്റ് ഹൗസ് അതീവ രഹസ്യമായി നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നാശനഷ്ടങ്ങൾ അമേരിക്കൻ ഭരണകൂടം മറച്ചുവെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും നിലവിലെ സൈനിക ഉദ്യോഗസ്ഥരുടെ മൊഴികളും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ആക്രമണത്തിൽ ചില താവളങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. ഇവ വെറുതെ ഒന്ന് അറ്റകുറ്റപ്പണി നടത്തിയെടുക്കണമെങ്കിൽ പോലും കുറഞ്ഞത് $300 മില്യൺ, ഏകദേശം 3300 കോടിയിലധികം ഇന്ത്യൻ രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇറാന്റെ ഡ്രോൺ ആക്രമണ പരിധിയിൽപ്പെടാത്ത പടിഞ്ഞാറൻ മേഖലയിലേക്ക് താവളങ്ങൾ മാറ്റാൻ ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ കാലയളവിലും ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ അന്ന് ചുവപ്പ് നാടയിൽ കുടുങ്ങിയ ആ പദ്ധതികൾ ഇപ്പോൾ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണിയായതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ജോ ബൈഡൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയാണ്. വൻ നാണക്കേട് ഭയന്ന US പ്രതിരോധ വകുപ്പ് ഇക്കാര്യം ഇതുവരെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷവും പശ്ചിമേഷ്യയിലെ ചാരക്കനലുകൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് കത്തുന്ന മറ്റൊരു ഇൻസൈഡ് വിവരം. ലോകത്തിന്റെ ഊർജ്ജപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇപ്പോഴും പ്രാദേശികമായി വൻ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. സമാധാന കരാർ നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഒരു ഭീമൻ ചരക്ക് കപ്പലിന് നേരെ കടുത്ത ആക്രമണം ഉണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. തങ്ങൾ നിർദ്ദേശിച്ച ഒമാൻ തീരത്തോട് ചേർന്നുള്ള പ്രത്യേക സുരക്ഷാ പാതയിലൂടെ അല്ലാതെ പോകുന്ന ഒരു കപ്പലിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് ഇറാൻ നേരത്തെ തന്നെ കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ച അമേരിക്കൻ നിർദ്ദേശപ്രകാരം പുതിയ റൂട്ടിലൂടെ സാഹസികമായി സഞ്ചരിക്കാൻ നോക്കിയ കപ്പലിന് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ പ്രഹരമുണ്ടായത്. ഇതോടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സമാധാന ചർച്ചകൾ വീണ്ടും പാതി വഴിയിൽ പൊളിയുമോ എന്ന ഭീതിയിലാണ് ആഗോള വിപണി. ചുരുക്കത്തിൽ ലോക പോലീസ് എന്ന് സ്വയം ചമഞ്ഞിരുന്ന അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കനത്ത പ്രഹരമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. വൻ സാമ്പത്തിക നഷ്ടവും അതിലേറെ നാണക്കേടും മൂടിവെക്കാൻ വൈറ്റ് ഹൗസ് ശ്രമിക്കുമ്പോഴും പുറത്തുവരുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ യാഥാർത്ഥ്യം വിളിച്ചോതുന്നതാണ്.